ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കുന്നത് ഒന്ന് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അപ്പോൾ തലേദിവസം വാങ്ങിയത് വേവിച്ച് വെച്ചതുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ദോശയും ചുട്ടെടുക്കാം. കുറഞ്ഞ വേവിലാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് എപ്പോഴും ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വാടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര അർജൻറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. മസാലയൊക്കെ റെഡിയാക്കി വെക്കണം എന്നാൽ മോള് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ചൂടാന്ന് വെച്ചിട്ട്. പക്ഷേ അങ്ങനെ നിന്ന് വൈകുന്നേരമായിട്ടോ. അപ്പം മോള് വരാനും ടൈമായിട്ടുണ്ട്. അതാണ് ദോശ ചുടലും മസാല ഉണ്ടാക്കലും ഒക്കെ കൂടെ ഒപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കനം കുറച്ച് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 4:30 മണിയായിട്ടുണ്ട് കേട്ടോ ഞാനിത് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കട്ടായി പോകില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ മോളും അതേപോലെ ഹോസ്പിറ്റലിലാണ് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടെൻഷനൊക്കെ കൂടായിട്ട് ഞാൻ ഇതിലൊരു കാര്യം ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ദോശ വന്നിട്ട് അധികം വേവിക്കാതെ ആണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണല്ലോ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത്. ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മോളുണ്ടെങ്കിൽ അവൾ തന്നെ ഉണ്ടാക്കും കേട്ടോ. ഞായറാഴ്ച വേണമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ അവളൊപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ രാത്രിയായി. അപ്പോൾ പിന്നെ നാളെ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാത്രി ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പം തിങ്കളാഴ്ച ആണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മസാല എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നവരേക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നല്ല പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കന് ഒന്ന് ഇന്നലെ വേവിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത്, ഇതിൽ ഒരു സാധനം കൂടി ഇടാൻ ഉണ്ടല്ലോ, അത് മറന്നു പോയല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. മസാലക്കൊരു കട്ടിയും ഇതൊന്നും കാണാത്തതുകൊണ്ടാണ് കേട്ടോ അത് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ നോമ്പിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മോളായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും പിന്നത്തെ പ്രാവശ്യം അത് ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ എഴുതി വെച്ചത് നോക്കണം, അല്ലെങ്കിൽ യൂട്യൂബെങ്കിലും എടുത്ത് നോക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളും മറന്നു പോകും. അപ്പം ഞാനിതിൽ മറന്നത് എന്താണെന്ന് വെച്ചാൽ കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങ് പുഴുങ്ങിയിട്ട് നമ്മൾ ഉടച്ചിട്ട് ഇടുമല്ലോ, അപ്പോൾ മസാല കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ അതാണ് മറന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി റോളാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, മുട്ടയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മോള് വരുമ്പോഴേക്കും ചുട്ട് ചായയൊക്കെ കാച്ചി റെഡി ആക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ 2-3 പ്രാവശ്യം കോളൊക്കെ വന്നപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മസാല റോൾ ചെയ്യുന്ന ടൈം ആയപ്പോൾ തന്നെ മോള് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ
മോളടുത്താണ് ഇപ്പോൾ സെല്ലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചിലപ്പം വീഡിയോ എടുക്കാനും കാര്യത്തിനൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ട ഇത് ചുറ്റുന്നത് പോലും ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചുറ്റലും കാര്യങ്ങളൊക്കെ ഓൾ ചെയ്യുന്ന കാരണമാണ് ഞാനതൊക്കെ മറന്നത് കേട്ടോ. പിന്നെ അപ്പോൾ വയസ്സുമായില്ലേ, അപ്പോൾ മറക്കും ചെയ്യും. അപ്പോൾ അങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ ഇത് നമ്മളിപ്പോൾ ഒരു മൈദേൻ്റെ പേസ്റ്റ് കുറച്ചാക്കിയിട്ട് അതിൽ ഒട്ടിക്കുമല്ലോ, അതും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ റോളാക്കി അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെയാണ് മുട്ടയിൽ മുക്കാൻ നേരത്താണ് അതിൻ്റെ ഓർമ്മ വന്നത്. എന്നിട്ട് പിന്നെ ഞാൻ അത് പിന്നെ അങ്ങനെ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളൊക്കെ പൊരിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദയിൽ മൈദ ദോശ ചുട്ടിട്ട് അങ്ങനെ ചിക്കൻ റോൾ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അത് തികയില്ല കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ആണെങ്കിൽ പിന്നെ വാങ്ങാൻ തോന്നും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.